എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ 1199 ഇടവ മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാസഫലങ്ങൾ പറയുന്നത് ഗ്രഹചാരഫലവും നക്ഷത്രത്തിൻ്റെ പ്രത്യേക ഫലങ്ങളും ചേർത്താണ് നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം, ഗ്രഹദൃഷ്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പൊതുഫലം പറയുന്നത് കൊണ്ട് തന്നെ പല പ്രായത്തിലുള്ളവരുടെ ഫലം ഇതിനകത്ത് വരുമല്ലോ. യുവാക്കളുടെ ആണെങ്കിലും മധ്യവയസ്കരുടെയും വൃദ്ധരുടെയൊക്കെ ചേർത്ത് ഫലം പറയാനേ പറ്റുള്ളൂ പൊതുവായ ഒരു വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഇടവമാസം എന്ന് പറയുന്നത് 2024 മെയ് മാസം 15 മുതൽ ജൂൺ മാസം 14 വരെയുള്ള കാലയളവാണ്. ഒരു മാസത്തെ കാലയളവ്. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങളുടെ ഫലമാണ് പറയാനുള്ളത്. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രം ആദ്യത്തെ മുക്കാൽ ഭാഗം കുംഭക്കൂറിൽ പെടുന്നു, അവസാനത്തെ പാദം മീനക്കൂറിലും പെടുന്നു. അത് തമ്മിൽ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ മുക്കാൽ ഭാഗത്തിൽ പെടുന്ന കുംഭക്കൂറുകാർക്ക് 7.5 ശനിയിലെ ജന്മശനിയുടെ അവസ്ഥ കൂടുതലായിട്ട് അനുഭവപ്പെടും. എന്നാൽ മീനക്കൂറിൽ വരുന്ന അവസാനത്തെ പാദത്തിൽപ്പെട്ട ആൾക്കാർക്ക് ശനിയുടെ 7.5 ശനിയുടെ തുടക്കമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനിയുടെ എഫക്റ്റ് മറ്റൊരു രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂരുരുട്ടാതി നക്ഷത്രക്കാരാണെങ്കിലും 2 തരത്തിൽ അനുഭവങ്ങളുണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുംഭക്കൂറിൽ പെടുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കും. വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ലഹരി വസ്തുക്കളിൽ ആസക്തി ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാകാനായിട്ട് അവർക്ക് സാധ്യതയുണ്ട്. അന്യബന്ധങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ അപരിചിതരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ സൂക്ഷിക്കണം. അപരിചിതരായ സ്ത്രീകളൊക്കെ ആയിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അത് നമ്മൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് സൂക്ഷിക്കുക. ശനിയുടെ സ്വാധീനം കുറച്ച് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് പറയേണ്ടതുണ്ട്. പക്വതയോടെ പ്രവർത്തിക്കുക, ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക. ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തുക. സാഹസികമായ പ്രവർത്തനങ്ങൾക്കൊന്നും ഈ കാലം അനുയോജ്യമല്ല. കുടുംബാംഗങ്ങളോടും നമ്മളുടെ ബന്ധുക്കളോടും സഹപ്രവർത്തകരോടൊക്കെ ക്ഷമയോടെയും സഹാനുഭൂതിയോടെയൊക്കെ പെരുമാറുക. എടുത്തുചാട്ടം വലിയ ദുരനുഭവങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ട് തന്നെ എടുത്തുചാട്ടം പൂർണ്ണമായും ഒഴിവാക്കുക. എന്നാൽ കുറച്ച് ഗുണകരമായ കാര്യങ്ങളും കുംഭത്തിലെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കുണ്ട്. കുംഭക്കൂറിൽ മൂലത്രികോണ ക്ഷേത്രസ്ഥിതനായ ശനിയുണ്ട്. അപ്പം ശനി 7.5 ശനിയുടെ ജന്മശനിക്കാലമാണെങ്കിലും ഈ ശനി കുറേ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. സഹോദര സഹായം ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. എങ്കിൽ പോലും ഈ അമിതമായ ചെലവ് നമ്മളെ ഒരു പരിധിവരെ ബുദ്ധിമുട്ടിക്കും ഈ ഒരു സമയത്ത്. പിന്നെ പൂരുരുട്ടാതി നമ്മൾക്ക് നക്ഷത്ര ഫലം പ്രത്യേകമായിട്ട് നോക്കുമ്പോൾ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. യന്ത്രപ്പണികൾ ചെയ്യുന്നവർ, ഫാക്ടറികളിലോ അല്ലെങ്കിൽ മറ്റ് മെക്കാനിക്കൽ ജോലിയൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, അപകട സാധ്യതയുള്ളൊരു സമയമാണ്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ മേന്മയുണ്ടാകും. IT രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയൊരു കമ്പനിയിലേക്ക് മാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടെ ശമ്പളം വർദ്ധിച്ച് ഒരു ജോലി മാറ്റം ഉണ്ടാകാം. അതുപോലെ തന്നെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ജോലികൾ ഈ സമയത്ത് ലഭിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പങ്കാളിയുമായിട്ട് രമ്യതക്കുറവുകൾ ഉണ്ടാകാം. തെറ്റിദ്ധാരണകളോ നേരിയ തോതിലുള്ള വഴക്കുകളൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ പരസ്പരം ഒരു തൃപ്തിയില്ലായ്മ തോന്നുന്ന അവസ്ഥ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കിയിട്ട് പരസ്പരം സംസാരിച്ച് തീർക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ. അടുത്ത് നമുക്ക് മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതിയുടെ ഭാഗങ്ങൾ നോക്കുമ്പോഴത്തേക്കും ശത്രുക്കളെ ജയിക്കാനൊക്കെ സാധിക്കും. അവർക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കാരണം അവർക്ക് 7.5 ശനി തുടങ്ങുന്നതേ ഉള്ളൂ. വിദേശ യാത്രായോഗം ഉള്ള കാലമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അലസതയൊക്കെ അനുഭവപ്പെടും. കാരണം ഈ
ഏഴരശനിയുടെ ആദ്യ ഭാഗമാണല്ലോ അവർക്ക്. അപ്പോൾ അലസതയൊക്കെ ഉണ്ടാകാം. അവരത് മാറ്റിവെച്ച് നന്നായിട്ട് പഠിച്ചാൽ അവർക്ക് ഉന്നതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. നല്ല ആഹാരം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവർക്ക് ഒരു പ്രത്യേകതയുള്ളത് അവരുടെ ജന്മക്കൂറിൽ മീനക്കൂറിലാണ് മീനൻ രാശിയിലാണ് ചൊവ്വയും രാഹുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ രാഹു ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വഴിക്ക് ധനം കൊണ്ട് തരും എന്നുള്ള ഒരു തത്വമുണ്ട്. കുറുക്ക് വഴികളിൽ കൂടെയൊക്കെ കുറച്ച് ധനം കിട്ടും. ഭാഗ്യക്കുറിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മാർഗങ്ങളിൽ കൂടെയോ കുറുക്ക് വഴിയിൽ ധനം കിട്ടും. പക്ഷേ ആ ധനം പെട്ടെന്ന് തന്നെ ചിലവായി പോകും എന്നുള്ളത് വേറൊരു വാസ്തവമാണ്. മാനസിക ആരോഗ്യ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചൊവ്വയും രാഹുവും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് 2 ക്രൂരഗ്രഹങ്ങളാണ് ചേർന്ന് നിൽക്കുന്നത്. ഒന്ന് നിഴലാണ്, ഒന്ന് യുദ്ധത്തിന് ആഗ്രഹിക്കുന്ന സ്വഭാവമുള്ള ഗ്രഹമാണ്. ചൊവ്വയുടെ കാരകത്വം എന്ന് പറയുന്നത് യുദ്ധമാണ്, വഴക്കാണ്. രാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിഷത്തിൻ്റെയും കാരകനാണ്, അതുപോലെ തന്നെ ഗൂഢപ്രവൃത്തികളുടെ കാരകനാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു, നമുക്ക് പ്രത്യേകിച്ച് ദുഃഖിക്കാനൊന്നും ഇല്ലെങ്കിലും മനസ്സിലെപ്പോഴും ഒരു വിഷാദം ഉള്ള അവസ്ഥ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഗ്രഹനിലയുടെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ അതിജീവിക്കുക, സ്വയം മാർഗ്ഗങ്ങൾ കണ്ടെത്തി, സന്തോഷത്തിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തി അതിനെ അതിജീവിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ചൊവ്വയും രാഹുവും കൂടെ ചേരുമ്പോൾ സർപ്പദംശന യോഗം എന്ന് ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അതായത് വിഷം തീണ്ടാനുള്ള യോഗം. സർപ്പം എന്ന് പറഞ്ഞാൽ പാമ്പ് തന്നെ ആകണമെന്നില്ല. വിഷം തീണ്ടാനുള്ള യോഗം, തേളോ പഴുതാരയോ അല്ലെങ്കിൽ ഇത് കടന്നലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജീവിയുടെ ദംശനം ഉണ്ടാകാനുള്ള യോഗം ഉണ്ട്. വിഷജീവികളുടെ ദംശനം ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ദംശനം എന്ന് പറഞ്ഞാൽ കടി. ചൊവ്വാദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുന്ന ആളുകൾ, ഇപ്പോൾ ചൊവ്വാദശ അനുഭവിക്കുകയും അതിൽ രാഹുവിൻ്റെ അപഹാരവുമാണെങ്കിൽ ഈ സമയത്ത് നന്നായിട്ട് സൂക്ഷിക്കുക. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഈ ഒരു അപഹാരകാലം കഴിയുന്നിടം വരെ അതിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ച് വെക്കുക. പ്രത്യേകിച്ച് തിരക്കുള്ള ടൗണിൽ കൂടെയൊക്കെ അതും കൊണ്ട് പോകാതിരിക്കുക. അതുപോലെ ഈ മഴയുള്ള സമയത്ത് അപകടകരമായ കാലാവസ്ഥയുള്ള സമയത്തൊന്നും ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അതാണ് നമുക്ക് ഈ ചൊവ്വ രാഹു സംയോഗം കൊണ്ട് പ്രത്യേകമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ മറ്റ് പല രീതിയിലും കുടുംബത്തിൽ ധനത്തിനൊന്നും വലിയ കുറവുണ്ടാകുകയില്ല. ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കും. ശാരീരിക ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും. അലങ്കാര വസ്തുക്കളും ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. വ്യാപാരത്തിൽ സാമാന്യമായ പുരോഗതി കിട്ടുന്ന ഒരു സമയവുമാണ്. ശത്രുക്കളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. ശത്രുക്കളുടെ ട്രിക്കുകളൊന്നും അവരുടെ സൂത്രങ്ങളൊന്നും വിലപ്പോകാത്ത ഒരവസ്ഥ നേരിടും. എവിടെ ഒരു മേൽക്കൈ കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളായ വിവാഹത്തിൽ, ബന്ധുക്കളുടെയൊക്കെ വിവാഹത്തിൽ, സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ മക്കളുടെയോ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെയൊക്കെ വിവാഹങ്ങൾ നടത്തി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാം. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. നല്ല സുഹൃത്തുക്കളൊക്കെ വന്നു ചേരും. പക്ഷേ സഹോദരങ്ങളുമായിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കുംഭക്കൂറും മീനക്കൂറും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പൂരിട്ടാതി നക്ഷത്രക്കാർ, മീനക്കൂറി വരുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ സമയമാണ്. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സിന് തന്നെ പ്രവേശനം കിട്ടും. മത്സര പരീക്ഷകളിലൊക്കെ വിജയം നേടാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. ഉള്ളിലെ ഈശ്വരവിശ്വാസം ഒന്ന് വർദ്ധിക്കുന്ന സമയമാണ്. ജീവിതം ഒന്ന് അർത്ഥപൂർണ്ണമാക്കാനായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സാധിക്കും. ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഭക്ഷണം വളരെ ശ്രദ്ധ പുലർത്തി കഴിക്കേണ്ടതാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുക. അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ, അമ്ലാംശം ശരീരത്തിൽ വർദ്ധിച്ചിട്ട്
വയറ്റിൽ എന്തെങ്കിലും അൾസർ പോലെ ഉണ്ടാകുക, അല്ലെങ്കിൽ അസിഡിറ്റി കൂടിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, തലകറക്കമോ ക്ഷീണമോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിതൃസ്വത്തൊക്കെ കൈവശം വരാനുള്ള സാധ്യത ഉണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടാനും അതുപോലെ തന്നെ നല്ല പ്രൊമോട്ടേഴ്സിനെ കിട്ടാൻ, അവർക്ക് നല്ല ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അവർക്ക് റെക്കമെൻഡേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നേതൃത്വം വഹിക്കാനായിട്ട് സാധിക്കും. സാധാരണ പ്രവർത്തകരാണെങ്കിലും പലരും അനുകൂലമായ ജാതകമുള്ള ആൾക്കാർക്ക് ഈ സമയത്ത് നേതൃസ്ഥാനത്തേക്ക് ഉയരാനായിട്ട് സാധിക്കും. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ശിശു ജനനം, വീട്ടിൽ കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ട്. മക്കൾക്കൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർക്ക് ജോലിക്ക് സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 7ര ശനിയുടെ തുടക്കമാണല്ലോ. അങ്ങോട്ട് ചെന്ന് അപേക്ഷ കൊടുത്ത് ആദ്യത്തെ ജോലി തന്നെ കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഈ ഇടവമാസം എന്ന് പറയുന്നത് ജോലിക്ക് സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇപ്പം നിലവിലുള്ള ജോലിയിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന ശമ്പളമുള്ള ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. ഇൻ്റർവ്യൂവിലൊക്കെ പോകുന്നവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ്. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പിന്നെ നല്ല സുഹൃത്തുക്കൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തുറന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പ്രത്യേകത നോക്കുമ്പോഴത്തേക്കും പൊതുവേ ശത്രുക്കളുടെ ദുഷ്പ്രവൃത്തികളൊക്കെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കും. പുതിയ വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെയുള്ള സാധ്യതയും അവർക്ക് ഉണ്ട്. പിന്നെ വ്യാഴം 3-ലാണ്. അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട്, ദൈവാധീനത്തിൻ്റെ ഒരല്പം കുറവ് അനുഭവപ്പെട്ടേക്കാം. വ്യാഴത്തിൻ്റെ ഒരു ചെറിയ മറവ് നമുക്ക് പറയേണ്ടതുണ്ട്. ഒന്ന്, വ്യാഴം ശത്രുരാശിയാണ്, ശുക്രൻ്റെ രാശിയിലാണ് പോയി നിൽക്കുന്നത്. എങ്കിൽ പോലും 2 ശുഭഗ്രഹങ്ങളായതുകൊണ്ട് വലിയൊരു ദോഷം എന്ന് നമുക്ക് പറയത്തില്ല. എങ്കിൽ പോലും വ്യാഴത്തിന് ഇടവം എന്ന് പറയുന്നത് ദോഷകരമാണോ എന്ന് ചോദിച്ചാൽ തത്വത്തിൽ ദോഷകരമാണെങ്കിലും പ്രായോഗികമായിട്ട് വലിയ ദോഷം പറഞ്ഞുകൂടാ. എങ്കിൽ പോലും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. ഈ 7ര ശനി കൊണ്ടും വ്യാഴത്തിൻ്റെ 3-ലെ മറഞ്ഞിരിക്കുന്ന അവസ്ഥ കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. ധനപരമായിട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് പൈസ വരണം എന്നുദ്ദേശിച്ചാൽ കയ്യിലേക്ക് വരണമെന്നില്ല. അതുപോലെ വ്യാപാരം തുടങ്ങുമ്പോഴേ ലാഭം കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കണമെന്നില്ല. പടിപടിയായിട്ടേ കിട്ടുള്ളൂ. ഏത് കാര്യത്തിലും പരിശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗുണകരമായ അനുഭവങ്ങൾ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഫലം വന്നോളും, ഗുണകരമായിട്ട് തന്നെ വന്നോളും. പിന്നെ രേവതി നക്ഷത്രക്കാരാണ് അടുത്തത്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട പങ്കാളിയുമായിട്ട് വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. പ്രണയബന്ധങ്ങളൊക്കെ വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. കേസുകളിലും വ്യവഹാരങ്ങളിലുമൊക്കെ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ്. സഹോദര സ്ഥാനീയരിൽ നിന്ന് നല്ല സഹായം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. എപ്പോഴും വിവേകപൂർവ്വവും ക്ഷമയോടെയും എല്ലാവരോടും പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഈ രാഹുവും ചൊവ്വയും മീനക്കൂറിൽ നിൽക്കുന്നതിൻ്റെ ഫലം അവർക്കും ഒരു പരിധിവരെ അനുഭവിക്കേണ്ടി വരും. കാരണം ചൊവ്വ രേവതിയിലേക്ക് എത്തുകയാണല്ലോ. രാഹു പുറകോട്ടാണെങ്കിലും ചൊവ്വ മുന്നോട്ട് സഞ്ചരിച്ച് ഈ നക്ഷത്രത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 3-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി, ഇതൊക്കെ കുറച്ചൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. 7ര ശനിയുടെ അവസ്ഥ, അതായത് 12-ൽ ശനി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു പരിധിവരെ ബാധിക്കുമെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ വിഷാദങ്ങളൊക്കെ തോന്നിയാൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക. വാഹനം, ഗൃഹം എന്നിവയൊക്കെ സ്വന്തമാക്കാനായിട്ട് രേവതിക്കാർക്ക് യോഗമുണ്ട്. ആസൂത്രിതമായിട്ട് ചെയ്യുന്ന എല്ലാ പദ്ധതികളിലും വിജയം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് വേണം. ഒരു വ്യാപാരം തുടങ്ങുകയാണെങ്കിലും പുതിയൊരു കോഴ്സിന് ചേരുകയാണെങ്കിലും, പുതിയൊരു കോഴ്സിന് ചേരുമ്പോൾ തന്നെ നമ്മളൊരു ലക്ഷ്യം കാണണം. നമ്മൾ ഇന്ന രീതിയിലുള്ളൊരു ജോലിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആ കോഴ്സിന് ചേരുക. നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. നല്ല പെരുമാറ്റ രീതികൾ കൈവരിക്കാനായിട്ട് സാധിക്കും. അത് സമൂഹത്തിൽ വിലമതിക്കപ്പെടുകയും ചെയ്യും. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലുള്ള കോഴ്സുകളുണ്ടല്ലോ, ഒരു ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആതിഥ്യ മര്യാദകൾ ആവശ്യമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക്
ഈ സമയത്ത് ആ ഒരു പ്രൊഫഷണൽ എറ്റിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ മര്യാദകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അത് നന്നായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഊർജ്ജസ്വലമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഗുണം കൊണ്ടുവരും. ചെറിയ വിഷാദങ്ങളങ്ങ് ഒഴിവാക്കുക, അതിനെപ്പറ്റി അങ്ങ് മറന്നു കളയുക. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചു വിടുക. എന്തെങ്കിലും ഒരു വിഷമം തോന്നുന്ന ഘട്ടത്തിൽ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ചെറിയ യാത്രകൾ പോവുകയോ സിനിമയ്ക്ക് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് ചർച്ചകൾ മാറ്റി വിട്ടുകൊണ്ടോ ഈ വിഷാദത്തെയൊക്കെ അങ്ങ് മറികടക്കുക. ഈ ചൊവ്വയും രാഹുവും കൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രത്യേകതയാണത് ഈ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിഷജീവികളുടെ ദംശന യോഗം എന്ന് പറഞ്ഞാൽ അത് രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രൊമിനൻ്റായിട്ട് വലിയ ബാധകമല്ല എങ്കിൽ പോലും അവർക്കും ചെറിയ തോതിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, കീടങ്ങളുടെ ഉപദ്രവമൊക്കെ ഉണ്ടാകാം. അപ്പോൾ എന്താണെങ്കിലും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ 3 നക്ഷത്രക്കാർക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരോട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. ഇപ്പോൾ രാഹുവും വ്യാഴവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്ന രാഹുവും ചൊവ്വയും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡാണ്, ചെറിയൊരു കാലത്തേക്കാണ്. ഇടവമാസത്തിലെ ഫലം പറയുമ്പം ഏതാണ്ട് ഇടവമാസത്തിൽ ഈ ഒരു യോഗം മീനക്കൂറിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരല്പം ശ്രദ്ധ വേണം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചുരുക്കത്തിൽ ഈ 3 നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ളത്, ഇടവമാസത്തെ ഫലമായിട്ട് പറയാനുള്ളത്. ഇടവമാസം കഴിഞ്ഞ് ഈ ചൊവ്വയും രാഹുവും ഒക്കെ മാറുന്നതോടുകൂടി വീണ്ടും അടുത്തൊരു ജീവിതത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഓരോരുത്തരും കടന്നുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ജീവിതചക്രം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് കടക്കണ്ട. എന്താണെങ്കിലും മാസഫലം ഇത്രയൊക്കെ മതിയാവും. എല്ലാവർക്കും കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹവും ഐശ്വര്യവുമൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.